നമ്മുടെ മലയാളം സിനിമയിലെ തന്നെ ഒരു ആക്ഷൻ കിങ് ആണല്ലോ സുരേഷ് ഗോപി എന്ന നടൻ. അദ്ദേഹം ഇപ്പോഴത്തെ പാപ്പൻ ഗരുഡൻ എന്ന സിനിമയിലൂടെ ഇപ്പോൾ വലിയൊരു കംബാക്കാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇനി വരാനിരിക്കുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള ചിത്രങ്ങളും വലിയ ചിത്രങ്ങളെല്ലാം ഉണ്ട്. ആ സിനിമകൾ ഏതൊക്കെയൊന്ന് നോക്കാം. ആദ്യത്തെ ചിത്രം സുരേഷ് ഗോപിയെ നായകനാക്കി പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന JSK എന്ന ചിത്രമാണ്, അഥവാ ജാനകി സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം. ഈ സിനിമയിൽ സുരേഷ് ഗോപി ഒരു വക്കീലായിട്ടാണ് എത്തുന്നത്. സിനിമയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ആകെ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ഗ്ലിംസ് മാത്രമാണ്. സുരേഷ് ഗോപിയെ കൂടാതെ തന്നെ ഈ സിനിമയിൽ ശ്രുതി രാമചന്ദ്രൻ, അതുപോലെ അനുപമ പരമേശ്വരൻ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നതാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ റിലീസെല്ലാം ഉടൻ തന്നെയെല്ലാം പ്രതീക്ഷിക്കാം. കൂടാതെ തന്നെ ഈ സിനിമയിൽ സുരേഷ് ഗോപിയുടെ ചെറിയ മകനായ മാധവും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. അടുത്ത ചിത്രം സുരേഷ് ഗോപിയെ നായകനാക്കി രാഹുൽ രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഒരു ഗാങ്സ്റ്റർ ചിത്രമാണ്. ഈ സിനിമയുടെ ഭാഗത്ത് നിന്ന് 2 പോസ്റ്ററുകളാണ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. സുരേഷ് ഗോപിയെ കൂടാതെ തന്നെ ഈ സിനിമയിൽ അർഷ ബാജിയും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഈ സിനിമയിൽ ഇപ്പോഴത്തെ മെയിൻ വില്ലനായി എത്തുക തമിഴിൽ നിന്ന് SJ സൂര്യ ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സിനിമയുടെ ഷൂട്ടെല്ലാം മാർച്ചോ അല്ലെങ്കിൽ ഏപ്രിലായിരിക്കും ആരംഭിക്കുക. സിനിമ 2 കാലഘട്ടത്തിൽ ഒരു കഥ പറയുന്ന ഒരു ചിത്രവും കൂടിയാണ്. മൂന്നാമത്തെ ചിത്രം ജയരാജ് സംവിധാനം ചെയ്യുന്ന ഹൈവേ സിനിമയുടെ 2ാം ഭാഗമായ ഹൈവേ 2 എന്ന ചിത്രമാണ്. ഇത് കഴിഞ്ഞ വർഷമായിരുന്നു ഈ സിനിമയുടെ അനൗൺസ്മെന്റ് എല്ലാം നടന്നത്. ഈ ചിത്രം ഒരു മിസ്റ്ററി ആക്ഷൻ ഫിലിമായിട്ടായിരിക്കും വരിക എന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയെക്കുറിച്ച് മറ്റൊരു അപ്ഡേഷൻസും ഇതുവരെ പുറത്തുവന്നിട്ടൊന്നുമില്ല. അടുത്ത ചിത്രം ഒറ്റക്കൊമ്പൻ എന്ന ചിത്രമാണ്. സുരേഷ് ഗോപിയുടെ സിനിമകളിൽ തന്നെ ഒരുപാട് പേർ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ഒറ്റക്കൊമ്പൻ. ഈ സിനിമയ്ക്ക് വേണ്ടി സുരേഷ് ഗോപി പല തവണയും എല്ലാം ഡേറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ട്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ ജോലികൾ ഇനിയും ആരംഭിക്കാത്തത് കൊണ്ടാണ് ഈ സിനിമയുടെ ഷൂട്ടെല്ലാം തുടങ്ങാത്തതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സുരേഷ് ഗോപിയെ കൂടാതെ തന്നെ സിനിമയിൽ നായികയായി അനുഷ്ക ഷെട്ടിയൊക്കെയാണ് എത്തുന്നത്. സിനിമയുടെ ഭാഗത്തുനിന്ന് ഒരു ഗംഭീര മോശം പോസ്റ്ററൊക്കെ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പുറത്തിറങ്ങിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ കൊല്ലം തന്നെ ഈ സിനിമയുടെ ഷൂട്ടെല്ലാം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയുടെ 2ാം ഭാഗമാണ്. ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ സിനിമകളിൽ തന്നെ കൂടുതൽ ഫാൻ ബേസുള്ള ഒരു കഥാപാത്രവും കൂടിയായിരിക്കും ഈ സിനിമയിലെ ലാൽകൃഷ്ണ എന്ന അഡ്വക്കേറ്റ് കഥാപാത്രം. ഈ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയാൻ കഴിയുന്നു. കൂടാതെ തന്നെ ഈ വർഷം പകുതിയിൽ തന്നെ സിനിമയുടെ ഷൂട്ടെല്ലാം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. ഇനി ഈ ലിസ്റ്റിലെ അവസാനത്തെ ചിത്രം എന്ന് പറയുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അനൗൺസ്മെന്റ് ചെയ്ത സുരേഷ് ഗോപിയുടെ 257ാമത്തെ ചിത്രമായ വരാഹം എന്ന ചിത്രമാണ്. സുരേഷ് ഗോപിയെ കൂടാതെ തന്നെ ഈ സിനിമയിൽ ഗൗതം മേനോൻ, സുരാജ് എന്നിവരൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. സിനിമയുടെ ഷൂട്ടെല്ലാം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ 6 സിനിമകളിൽ നിങ്ങളിൽ കാത്തിരിക്കുന്ന സിനിമകളിൽ ഏതെന്ന് കമന്റിൽ പറയുക.